إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും കഴിവിൻ്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുക. ആ കുഞ്ഞുമക്കൾ ഫ്രണ്ട് സഫിലേക്ക് കയറിയിരിക്കും, ചുമരിൽ ചാരിയിരിക്കാൻ പാടുള്ളതല്ല. പ്രയാസമുള്ള ആളുകൾക്ക് അതാകാവുന്നതാണ്. ഏതായാലും നാം ഇന്ന് മനസ്സിലാക്കുന്നത് പോലെ ലോകം ഒരാഘോഷത്തിൻ്റെ തിരക്കിലാണ്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ ആഘോഷത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഏറ്റവും നന്നായി അള്ളാഹുവിനോട് ശുക്ർ പറയാൻ മറന്നു പോകരുത് എന്നുള്ളതാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ, അള്ളാഹുവിനോട് നന്ദി പറയാൻ. എന്തിനാണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആല ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ വലാലത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത്. പറയണം അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അറിയാത്തത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയ ദഅവാ രംഗത്ത് സജീവമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമായി പിറന്ന വകതിരിവുള്ള ഒരാൾക്ക് പോലും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മീലാദുൻ നബിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൻ്റെ അസ്ല്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കേൾക്കാത്തത് കൊണ്ടല്ല. പറയപ്പെട്ടതുപോലെ ഉബൈദികൾ അല്ലെങ്കിൽ ഫാത്തിമികൾ എന്ന് പറയുന്ന ഷിയാക്കളിലെ ഏറ്റവും പിഴച്ച വിഭാഗം എന്ന് മാത്രമല്ല, ഈ വർഷം ഇതാ ഒരു ഷിയാ പണ്ഡിതനെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. മീലാദുൻ നബി എന്ന് പറയുന്ന സംഗതി റാഫിദികളായ ഫാത്തിമികളായ ഞങ്ങളാണ് തുടങ്ങി വെച്ചത് എന്ന് വളരെ വ്യക്തമായി ഇന്ന് ലോകം കേട്ടിട്ടും, സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറവാണോ കൂടുതലാണോ ഇന്ന് മീലാദുൻ നബി ആഘോഷം എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ശുക്ർ പറയണം. കാരണം എന്നറിയോ, ഈ വലാലത്തിൽ നിന്ന് എന്നെയും നിങ്ങളെ രക്ഷപ്പെടുത്തിയതിന് നമുക്കതിനുള്ള യോഗ്യത ഒന്നുമില്ല. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന് പണ്ഡിതന്മാരെന്ന് പറയുന്ന പലർക്കും നൽകാത്ത ഹിദായത്ത്, നേതാക്കന്മാരെന്ന് പറയുന്ന പലർക്കും നൽകാത്ത ഹിദായത്ത്, വലിയ സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് അള്ളാഹു നൽകാത്ത ഹിദായത്ത്, സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമുക്ക് നൽകിയത് അറിയില്ല. ഇത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. അതുകൊണ്ട് ഈ ആഘോഷങ്ങൾക്കിടയിലും നമ്മൾ ആവർത്തിച്ചു പറയണം അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഈ വലാലത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ രക്ഷപ്പെടുത്തിയതിന് കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിൽ ഭയപ്പെട്ടതൊക്കെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തിയത് അല്ലേ?
ലതത്തബിഅന്ന സുനന ഔ സനന മൻ ഖാന ഖബ്ലകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ പൂർവികരുടെ ചര്യയെ, സ്വഹാബത്തോട് അത് പറയുന്നത്, നിങ്ങളുടെ പൂർവികരുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബറൻ ബിശിബർ, ദിറാഅൻ ബിദിറാ, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി അവരെന്തു പ്രവർത്തിച്ചു. ഹത്താ ലൗ ദഖല ജുഹ്റ ദബ്ബിൻ ലദഖൽതും. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടാൽ നിങ്ങളും അതിന് ശ്രമിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ പൂർവികരെ കൊണ്ട് ഉദ്ദേശിച്ചത് ജൂത നസ്രാക്കളാണോ? റസൂൽ ചോദിച്ചു, ഖാല ഫമൻ, അവരല്ലാതെ ആരാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ദീനെ ഏതൊരു സമുദായത്തിന് നൽകിയോ ആ സമുദായങ്ങളൊക്കെ ആ ദീനിനെ നശിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തായി നൽകിയ ദീന് നശിപ്പിച്ച കൂട്ടത്തിൽ ഏറ്റവും മുമ്പന്തിൽ നിൽക്കുന്നത് ജൂത നസറാക്കളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമിനോടും ജീവിതത്തിൽ 17 തവണ, ഓരോ ദിവസവും 17 തവണ ആ ജനവിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കാൻ നെഞ്ചത്ത് കൈവച്ച് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയിൽ. അതല്ലാത്ത സന്ദർഭങ്ങളിൽ വെറുതെയല്ല സഹോദരങ്ങളെ. കാരണം മതവിഭാഗങ്ങളിൽ ലോകത്ത് ഏറ്റവും പിഴച്ചുപോയത്, പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഏറ്റവും നല്ല 2 ജനവിഭാഗങ്ങളാണ് ജൂത ക്രൈസ്തവർ. ആ ജനവിഭാഗങ്ങളുടെ നടപടിക്രമങ്ങളെ ഈ ഉമ്മത്ത് പിൻപറ്റുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിൻപറ്റുക തന്നെ ചെയ്യും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തിയതിന് പറയണം അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും എന്നുള്ളത്. സഹോദരങ്ങളെ, ഒരു 40-50 വയസ്സ് പ്രായമുള്ള ആളുകൾ ചിന്തിച്ചു നോക്കും. ആദ്യകാലത്ത് മീലാദുൻ നബിയും ഇന്ന് നടക്കുന്ന മീലാദുൻ നബിയും അല്ലെ, പള്ളി അലങ്കരിക്കുക എന്നുള്ളത് ആരുടെ ഏർപ്പാടായിരുന്നു? എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. ക്രൈസ്തവരാണ് ക്രിസ്മസിനും അതുപോലുള്ള അവരുടെ ആഘോഷ ദിനങ്ങളിൽ ചർച്ചുകൾ അലങ്കാരം കൊണ്ട് അലങ്കരിച്ചിരുന്നത്. ഇന്നത് മുസ്ലിങ്ങൾ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, വഴിയോരങ്ങൾ എന്തിനേറെ സഹോദരങ്ങൾ, ഏറ്റവും ഖേദകരമായ കാര്യം എന്നറിയോ? ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ സ്റ്റാർ തൂക്കിയിരുന്നു വീടുകളിൽ, അല്ലെ? കഴിഞ്ഞ വർഷം വരെ പള്ളികളും റോഡുകളും മദ്രസകളാണ് അലങ്കരിച്ചിരുന്നത്, ബൾബ് കൊണ്ട് അലങ്കരിച്ചിരുന്നത് എങ്കിൽ ഇന്നതാ മുസ്ലിങ്ങളുടെ വീടുകൾ പോലും അതുപോലെ ക്രൈസ്തവരെ പോലെ അവരുടെ ആഘോഷ ദിവസങ്ങളിൽ അലങ്കരിക്കുന്നത് പോലെ ഇന്നും ഈ സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങൾ അത് അനുകരിച്ചു തുടങ്ങി. അതുകൊണ്ട് പറയണം അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലാലത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയതിന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ശുക്ർ പറയാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഈ സന്ദർഭങ്ങളിൽ ലോകത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ വലാലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര കുത്തുവാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്, എത്ര പരിഹാസങ്ങളാണ്, അല്ലെ? നിങ്ങൾ ഓരോ ആളുകളിലേക്കും കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് പരിഹാസങ്ങൾ അടങ്ങിയ വോയിസുകൾ കേൾക്കാറുണ്ട്, അല്ലെ? നമ്മൾ പരിഹസിച്ചുകൊണ്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. സഹോദരങ്ങളെ, ഇതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ ആക്ഷേപങ്ങൾ കേൾക്കുന്ന നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മംഗളം ഓതിയിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബദൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അതിന്റെ തുടക്കം ഒരു അപരിചിതാവസ്ഥയിലാണ് തുടങ്ങിയത്. ആർക്കും പരിചയം ഉണ്ടാവില്ല, അല്ലെ? അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചു, സ്വഹാബത്തിനെ പരിഹസിച്ചു, അല്ലെ? ഒന്നും തിരിയാത്തവർ, ഒന്നും അറിയാത്തവർ, വിവരമില്ലാത്തവർ എന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്ലാം തുടങ്ങിയത് എങ്ങനെയാണ്? ഇസ്ലാം തുടങ്ങി അതേ അപരിചിതാവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ ദീന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അന്നും ഉണ്ടാവും ചില ഉറവാക്കൾ. റസൂലുള്ള ഉണ്ടായതുപോലെ, സ്വഹാബത്ത് ഉണ്ടായതുപോലെ അപരിചിതരായ ചില ആളുകൾ അക്കാലഘട്ടത്തിലും ഉണ്ടാകും. അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് മംഗളം എന്ന് പറഞ്ഞാൽ ഇന്നെന്താ? ഇന്ന് നമ്മൾ സഹോദരങ്ങളെ, നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ടുണ്ടെങ്കിലും ഈ നാട്ടുകാരുടെ കണ്ണിൽ നമ്മളാരാന്നറിയോ? എവിടുന്നോ വന്ന വിദേശികളാ, ഉറവാക്കളാ, ഒന്നും തിരിയാത്തവരാ, പരിഹാസ പാത്രങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, ഫതൂബാ ലിൽ ഖുറബ, അക്കാലഘട്ടങ്ങളിലെ ഉറവാക്കൾക്ക് മംഗളം. ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കപ്പെട്ടു, മനിൽ ഖുറബ,
നബിയെ, ആരാണ് അക്കാലഘട്ടത്തിലെ ഖുറബാക്കൾ? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്. അക്കാലഘട്ടത്തിൽ ജനങ്ങൾ കുഴപ്പത്തിലാകുന്ന സന്ദർഭങ്ങളിൽ അവരെ നേർവഴിയിലേക്ക്, ഇസ്ലാഹിലേക്ക് നയിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ, അല്ലെ? നബിദിനം കൊണ്ടാത്ത ആളുകൾ ഇന്ന് ലോകത്ത് വളരെ ചുരുക്കമാണ്. ചില രാജ്യങ്ങളെ മൊത്തത്തിൽ മാറ്റി നിർത്തിയാൽ മറ്റു എല്ലാ രാജ്യങ്ങളും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കും, എല്ലാ നാടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ മീലാദുൻ നബി ആഘോഷിക്കാത്ത ആളുകൾ ഉറവാക്കളായിരിക്കും, അപരിചിതരായ ചെറുസംഘങ്ങളായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് മംഗളമുണ്ട്. മറ്റൊരു റിവായത്തിൽ കാണാം, ഹുമുൽ ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ സുന്നതി. എന്റെ ചര്യയിൽ നിന്ന് പിഴച്ചുപോയ, വഴിമാറിപ്പോയ ആളുകളെ ആ ചര്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആളുകൾ അവർ ഉറവാക്കളായിരിക്കും, ചെറു സംഘമായിരിക്കും, അവർ പരിഹാസപാത്രങ്ങളായിരിക്കും. പേടിക്കണ്ട, ഫതൂബാലിൽ ഖുറബ, അവർക്ക് മംഗളമുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ആളുകൾ പരിഹസിച്ചാൽ അതിൽ നമ്മൾ സന്തോഷിക്കുക. കാരണം എന്താണെന്ന് പറയുക, അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തോഷം നമുക്കുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇന്ന് നടക്കുന്ന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവർ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യമായിട്ടാണ് ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ആർക്കും തർക്കമില്ല, അത് ഇസ്ലാമല്ലാത്ത ആളുകൾക്ക് പോലും തർക്കമില്ല. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാളും അതിൽ തർക്കിക്കയില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചിട്ടില്ല. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറ, മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. എന്തിന്? ഒന്ന് ബഷീറായി, അല്ലെ? ഈ ലോകത്ത് ആദർശമനുസരിച്ച്, വിശ്വാസമനുസരിച്ച്, അതിനനുസരിച്ച് കർമ്മങ്ങൾ ജീവിച്ചു മരിച്ചു പോയാൽ സ്വർഗമുണ്ട് എന്നുള്ള ബിഷാറത്ത് നൽകാൻ, സന്തോഷ വാർത്ത നൽകാൻ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കാതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അത് പാലിക്കാതെ തോന്നിവാസികളെ ജീവിച്ചാൽ അവർക്ക് നരകമുണ്ട് എന്നുള്ള ഇൻദാർ, അത് താക്കീത് നൽകുന്നവനായിട്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആര് പറഞ്ഞാലും അത് സത്യമാണ് എന്ന് മാത്രവുമല്ല, ഹദീസുകളിൽ കാണാം, അക്രമം സഹിക്കവയ്യാതായ സന്ദർഭങ്ങളിൽ സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദു അലൽ മുശ്രിക്കീൻ, റസൂലേ, നബിയെ, മുശ്രിക്കുകൾക്കെതിരെ താങ്കൾ പ്രാർത്ഥിച്ചാലും. ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നി ലം ഉബ്അതു ലആനൻ വഇന്നമാ ബുഇതു റഹ്മ, ഞാൻ ഒരു ശാപം പ്രാർത്ഥിക്കുന്നവനായിട്ടല്ല എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഇന്നി ലം ഉബ്അതു ലആനൻ, ഒരു ശാപപ്രാർത്ഥന നടത്തുന്നവനായിട്ടല്ല എന്നെ നിയോഗിച്ചിട്ടുള്ളത്, മറിച്ച് ലോകർക്ക് കാരുണ്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താ. ഏത് കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് ലോകർക്ക് റഹ്മത്തായത്? അത് മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതെന്നറിയോ, നമ്മൾ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വളർന്നിടത്തിയതാണ് നമുക്ക് റഹ്മത്ത്. ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്ക് വളർന്നിടത്തിയതാണ് നമുക്ക് റഹ്മത്ത്. അതുപോലെ തന്നെ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് വളർന്നിടത്തിയതാണ് നമുക്ക് റഹ്മത്ത്. അതുപോലെ തന്നെ അധാർമികതയിൽ നിന്ന് ധർമ്മത്തിലേക്ക് നമ്മളെ വഴി നടത്തിയതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് റഹ്മത്ത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തിയതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് റഹ്മത്ത്, അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്കൊരു നബിയെ നിയോഗിച്ചത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിൽ വന്നുകൊണ്ട് ചെയ്തത്? യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ആയാത്തുകൾ ആ ഉമ്മത്തിന് അഥവാ സഹാബത്തിന് ഓതിക്കൊടുത്തു. വയുസക്കീഹിം, അത് മുഖേന അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ സമൂഹത്തിന് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. വൽ ഹിക്മ എന്ന് പറഞ്ഞാൽ ഈ സുന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ സഹാബത്തിനോട് അല്ലാഹു പറഞ്ഞു, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സഹാബത്തെ, ഈ നബി നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ നബി എന്റെ ആയാത്തുകൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കുന്നതിന് മുമ്പ്, ഈ നബി നിങ്ങൾക്ക് കിതാബ് പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ്, ഈ നബി നിങ്ങൾക്ക് സുന്നത്ത് പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ്
നിങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് റഹ്മത്ത് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ആ നബി ആയിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ വഴികാട്ടി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഏതാണ് അള്ളാഹുവിന്റെ കയർ? ദീനുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ദീനാണ്. എന്നിട്ട് അള്ളാഹു ഒരു വിരോധനം കൂടി നൽകി, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. എന്ന് മാത്രമല്ല, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, സഹാബത്തോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ കാരണം നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് അത് നിങ്ങൾ ഓർക്കണം. എന്താണ് നിഅമത്ത്? അത് ഹിദായത്താണ്. എന്താണ് നിഅമത്ത്? അത് ഇസ്ലാമാണ്. എന്താണ് നിഅമത്ത്? അത് തൗഹീദാണ്, വേറൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിന് ദുനിയാവ് തുറന്നു കൊടുത്തിട്ടില്ല, സമ്പത്ത് ഒരുപാട് കൊടുത്തിട്ടില്ല. പക്ഷെ അവരോട് നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞത് അത് ഇസ്ലാമാണ്, അത് തൗഹീദാണ്, അത് ഹിദായത്താണ്. എന്നിട്ട് അല്ലാഹു അവരോടായി പറഞ്ഞു, നിങ്ങൾ അറിയണം, ഇൻ കുൻതും മഅദാ, സഹാബത്തെ നിങ്ങൾ പരസ്പരം ശത്രുതയിലായിരുന്നു. കാരണം നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ യുഗങ്ങളോളം യുദ്ധം ചെയ്ത് ജീവിച്ചവരായിരുന്നു. അവർ പരസ്പരം സഹോദരങ്ങളായി, അതൊരു നിഅമത്താണ്. അല്ലാഹു പറഞ്ഞു, ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പിണങ്ങി നിന്ന, അകന്നു നിന്ന, അകൽച്ചയിലായിരുന്ന നിങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണക്കി തന്നു. എന്ന് മാത്രമല്ല, ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് ശത്രുക്കളായിരുന്ന നിങ്ങളെ അവർ പരസ്പരം സഹോദരങ്ങളാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ അതിനു മുമ്പ് നരകത്തിന്റെ വക്കിലായിരുന്നു, തീകുണ്ടാരത്തിന്റെ വക്കിലായിരുന്നു. അവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതി, അപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയാത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു തരുന്നത്, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്ത് പ്രാപിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്തായി നൽകി നമ്മുടെ ഹിദായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ വലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് നമ്മൾ ആവർത്തിച്ച് അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സഹോദരങ്ങളെ, എന്താണ് ഈ വലാലത്ത്? അല്ലെ, നമുക്കിന്ന് കാണുമ്പോ ലോകത്ത് കാണുന്ന ആളുകൾക്കൊക്കെ നല്ല കാര്യങ്ങളല്ലേ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ അറിയേണ്ടതുണ്ട്, നമ്മുടെ കണ്ണുകൾ ഒരിക്കലും ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന അലങ്കാരത്തിലും വർണ്ണത്തിലും പെട്ടുപോകരുത്. കാരണം ഈ അലങ്കാരത്തിന്റെയും ഈ വർണ്ണത്തിന്റെയും ഇടയിൽ ഇസ്ലാമിന്റെ ബദ്ധശത്രുക്കളായ ഷിയാക്കൾ, ജൂതന്മാരിൽ നിന്ന് ഉടലെടുത്ത ഷിയാക്കൾ ചില അപകടങ്ങൾ അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ ബൾബിനിടയിൽ, ഈ അലങ്കാരങ്ങൾക്കിടയിൽ, ഈ ഘോഷയാത്രകൾക്കിടയിൽ ചില ചതികൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ച ചതികളാണ് ഈ റബീഉൽ അവ്വൽ മാസത്തിലെ 1 മുതൽ അവസാനം വരെ വീടുകളിൽ, പള്ളികളിൽ, മദ്രസകളിൽ, ജാഥകളിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ വസ്തുത എന്താണ് എന്ന് സഹോദരങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതാണ് ഈ വർണ്ണങ്ങൾക്കിടയിൽ അവർ ഒരുക്കി വെച്ച കെണികൾ ഈ ഉമ്മത്ത് അറിയാതെ പോകുന്നത്. അല്ലെ, ഈ മാസത്തിൽ കാര്യമായിട്ടുള്ള പ്രവൃത്തി എന്താ സഹോദരങ്ങളെ? ബൾബ് കെട്ടല, മാല കെട്ടല, തോരണങ്ങള, ജാഥകളൊന്നുമല്ല. ഈ റബീഉൽ അവ്വലിന്റെ 1 മുതൽ ഈ റബീഉൽ അവ്വലിന്റെ അവസാനം വരെയും, അതേപോലെ തന്നെ റബീഉൽ ആഖിറിൽ വരാനിരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഈ റബീഉൽ അവ്വലിൽ കാര്യമായ പരിപാടി എന്ന് പറയുന്നത് പറയപ്പെട്ടതുപോലെ പള്ളികളിലും വീടുകളിലും ഒക്കെ മൗലൂദ് പാരായണങ്ങളാണ്. എന്തായി മൗലൂദ്? കാര്യമായി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. 333 വരെ ഏടുകൾ, 444 വരെ ഏടുകൾ. ഈ ഏടുകളൊക്കെ എന്താ? അതിൽ മാലകളും മൗലൂദുകളുമാണ്. ഈ പറയട്ട മാലകളിലും മൗലൂദുകളിലും ഏറ്റവും കൂടുതൽ ഈ മാസങ്ങളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലൂദാണ് മഖൂസ് മൗലൂദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷറഫുൽ അനാം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബുർദ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ മൗലൂദുകളിൽ അടങ്ങിയിരിക്കുന്ന, അഥവാ ഞാൻ പറഞ്ഞതുപോലെ ഈ അലങ്കാരങ്ങൾക്കിടയിൽ അവർ ഒളിപ്പിച്ചു വെച്ച ചില ചതിക്കുഴികളുണ്ട്. ഈ മുസ്ലിം ഉമ്മത്തിനെ കാലാകാലം നരകത്തിലേക്ക് തള്ളിവിടുന്ന ചില ചതികൾ. അതിൽപ്പെട്ടതാണ് ഈ മാസങ്ങളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മങ്കൂസ് മൗലൂദികളെ ചില വരികൾ. എന്താ സഹോദരങ്ങളെ?
മൗലവിമാര് ഉസ്താദുമാര് ഈണത്തിൽ പാടുമ്പോ സ്വാഭാവികമായി പ്രത്യേകിച്ച് കേരളക്കരയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറബി അറിയാത്ത സമൂഹമാണ്. ഭൂരിപക്ഷം ആളുകൾക്കും ഏത് വിഭാഗമായിക്കൊള്ളട്ടെ അവർക്ക് അറബി അറിയില്ല. ഈണത്തിന്റെ പിന്നാലെയാണ് അല്ലെ. ജുമയിൽ ഖുതുബയിൽ ഇമാമ് കരഞ്ഞാൽ മൗമൂമിങ്ങൾ കരയും. എന്തുകൊണ്ടാ കരയുന്നത്? അർത്ഥം അറിഞ്ഞുകൊണ്ടാ? അല്ല, അവര് പറയുന്നത് അറബിയിലാണ്. അറബിയിൽ പറഞ്ഞ ഉസ്താദിന് എന്തെങ്കിലും തിരിയുമ്പോ കരഞ്ഞാൽ ആളുകൾ കരയും, അത്രമാത്രം. അതല്ലാതെ നബാത്തി ഖുതുബയിൽ എന്തു പറയുന്നു എന്ന് ആളുകൾക്ക് അറിയില്ല. അടിസ്ഥാനപരമായി മാലകളിലും മൗലൂദുകളിലും എന്താണ് ഉസ്താദുമാർ പറയുന്നത് എന്ന് സാധാരണക്കാരെ ആളുകൾക്കറിയില്ല. സഹോദരങ്ങളെ, ഇത് കൃത്യമായി നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ ഈ ഉസ്താദുമാരിൽ നിന്ന് അവർ ഓടിയകലും. കാരണം എന്നറിയോ, അത്രമാത്രം കൊടിയ ഷിർക്കാണ് ഈ പള്ളികളിലും വീടുകളിലും ഈ മാസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ഏതാനും ചില വരികൾ മാത്രം വിശ്വാസികളെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അതിലൊന്നറിയോ, മംഗൂസ് മലൂദിൽ പറയുന്ന ഒരു കാര്യം, അതല്ല ഷറഫുലന മൗലൂദിൽ പറയുന്ന ഒരു കാര്യം എന്നറിയോ, അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു ഫിഖകദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു. പള്ളി നോടും ആളുകൾ ജവാബ് പറയും. സഹോദരങ്ങളെ, എന്താ ഉസ്താദ് ആ മൗലൂദ് കിതാബിൽ നിന്ന് ഷറഫുലന മൗലൂദ് ഓതിയെന്നറിയോ? അബ്ദുകൽ മിസ്കീൻ. റസൂലിനെ വിളിച്ചു പറയാണ്, നബിയെ അങ്ങയുടെ സാധുവായ അടിമ. ആരാ സഹോദരൻ? നമ്മൾ ആരുടെ അടിമയാണ്? നിങ്ങളൊന്ന് പറ. എന്താ മൗലൂദിൽ അള്ളാഹിന്റെ റസൂൽ വിളിച്ചു പറയുന്നോ? അബ്ദുകൽ മിസ്കീൻ, സാധുവായ അടിമ. നബിയെ യർജു, റജാ എന്ന് പറഞ്ഞാ യർജു, നബിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോലും നബിയെ, അതുകൊണ്ട് ആ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടണമെന്ന് നബിയെ അങ്ങയുടെ സാധുവായ അടിമ അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഒരു മുസ്ലിം പറയുമോ സഹോദരങ്ങളെ? ഇത് യഥാർത്ഥത്തിൽ ഈ ഉസ്താദുമാരി ഉമ്മത്തിനെ വഞ്ചിക്കുകയല്ലേ? അറബി അറിയുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ സാധുക്കളായ ജനങ്ങളെ കൊണ്ട് പാടിക്കുകയാണ്. അതിനനുസരിച്ച് അവർ ജവാബ് പറയിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവർ പറയുന്ന അതിൽ നല്ലതും ഉണ്ടാവും. അള്ളാഹിന്റെ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹിന്റെ റസൂൽ ബഷീറാണ്, അള്ളാഹിന്റെ റസൂൽ നദീറാണ്. പക്ഷേ അതിനോട് ചേർത്തി പറയുന്ന അങ്ങയെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുകയാണ് നബിയെ ഞങ്ങൾ. എന്തുകൊണ്ടാണ് നല്ലത് വിചാരിക്കുന്നത്? കാരണം ഞങ്ങൾ അങ്ങയുടെ അടിമയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിങ്ങൾ പൊറുത്തു തരണമെന്ന് അർജു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, എന്താ പറയുന്നത് അറിയോ സഹോദരങ്ങളെ? നബിയെ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്ന നബിയെ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഷറഫുലന മൗലൂദിൽ സഹോദരങ്ങളെ തേടിയാണ്. വേദനാജനകമായ ആ ശിക്ഷയിൽ നിന്ന് നബിയെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് സഹോദരങ്ങളെ ഉസ്താദുമാര് പാടുകയും ജനങ്ങളെ കൊണ്ട് ജവാബ് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാര്യത്തെക്കുറിച്ച് സഹോദരങ്ങളെ ആർക്കെങ്കിലും എന്താണ് ഈ ഉസ്താദ് പറയുന്നത് എന്ന് സഹോദരങ്ങളെ പലപ്പോഴും അറിയാറില്ല. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സഹോദരങ്ങളെ ഇതൊരു മുസ്ലിമിന്റെ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തതാണ്. എന്ന് മാത്രമല്ല, മംഗൂസിൽ പറയുന്നത് എന്തെന്നറിയോ? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ والظلم والضعف الشديد فأسعدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي يا رب صل على النبي محمد. നല്ല വാക്കാണ്. എന്നിട്ട് പറയുന്ന മുൻജിൽ ഖലായിഖ, ജനങ്ങളെ ഖൽഖുകളെ രക്ഷപ്പെടുത്തുന്ന മിൻ ജഹന്നമ, നരകത്തിൽ നിന്ന് ഫീ ഗദി, നാളെ പരലോകത്തിൽ വെച്ചുകൊണ്ട്. അല്ലേ സഹോദരങ്ങൾ, ആരാ മനുഷ്യന്മാരെ? അള്ളാഹുവിന്റെ സൃഷ്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവാണോ? ഇതാ ഈ മുസ്ലിമുകളെ കൊണ്ട് ജവാബ് പറയിപ്പിച്ചത്. എന്തിനാ ജവാബ് എന്നറിയോ? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ. യാ സയ്യിദ്, സാദാത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പദങ്ങളാണ്.
എന്താ പറഞ്ഞറിയോ? ജിഅ്തുക ഖാസിദ, അങ്ങേ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഖസ്ദ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം അല്ലെ? അങ്ങേ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതാ മുസ്ലിങ്ങളാകുന്ന ഞങ്ങൾ വന്നിരിക്കുന്നത്. അർജു ഹിമാക, അതുകൊണ്ട് അർജു ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഹിമാക അങ്ങയുടെ ഒരു കാവൽ. മരിച്ചുപോയ നബിയെ വിളിച്ച് തേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അർജു ഹിമാക, അങ്ങയുടെ ഒരു കാവൽ. ഫലാ തുഖയ്യിബ് മഖ്സദി, അതുകൊണ്ട് എൻ്റെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആഗ്രഹത്തിൽ എന്നെ നിരാശപ്പെടുത്തരുത് നബിയെന്നാണ്. എന്തെല്ലോ ആഗ്രഹിച്ച നബിയെ ഞങ്ങളോടത്തേക്ക് വന്നത്. അതുകൊണ്ട് ആഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. കാരണം എനിക്കെത്തിയ പ്രയാസം അത് ഖദ് അലിംത, നബിയെ താങ്കൾ അറിഞ്ഞിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ഞങ്ങൾക്കുള്ള പ്രയാസമെന്ന് നബിയെ താങ്കൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കെത്തിയ പ്രയാസം, പ്രശ്നങ്ങൾ, അത് അനീതിയാകട്ടെ, അതുപോലെ തന്നെ കഠിനമായ ബലഹീനത ആകട്ടെ, അതൊക്കെ മാറിപ്പോകാൻ, നീങ്ങിപ്പോകാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, സഹോദരങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളാണ് യഥാർത്ഥത്തിൽ ഈ മങ്കൂസ് മൗലൂദിലും അതുപോലെ തന്നെ ഈ ഷറഫുൽ അനാം മൗലൂദിലുമുള്ളത്. ഇതാണ് ഈ മാസത്തിൽ പള്ളികളിൽ പാടിയത്, രാവിലെ ജീപ്പിൽ മൈക്ക് കെട്ടി പാടിപ്പോയത്, വീടുകളിൽ ഇനി ഈ മാസത്തിന്റെ അവസാനം വരെ പാടുന്നത്, ആളുകളെ കൊണ്ട് ജവാബ് പറയിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങൾ ആവർത്തിച്ചു പറയട്ടെ, എന്തു തന്നെയായാലും നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്, ഈ ദലാലത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ രക്ഷപ്പെടുത്തിയതിന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ നല്ലവണ്ണം പഠിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ, ഇതിന്റെ പിന്നിലുള്ള അപകടങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത്. ഒരു മുട്ടായിക്ക് പിന്നാലെ പോയി, ഒരു ജ്യൂസിന് പിന്നാലെ പോയി, ഒരു കളറിലെ ലഡുവിന് പിന്നാലെ പോയി നിങ്ങൾ ആദർശം നശിപ്പിക്കരുത് എന്ന് നമ്മുടെ കുഞ്ഞുമക്കളെ നന്നായി പഠിപ്പിക്കണം, നമ്മുടെ വീട്ടുകാരെ നന്നായി പഠിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാര അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ മങ്കൂസ് മൗലൂദിന്റെ പരിഭാഷ നിങ്ങൾക്ക് കിട്ടും, ഷറഫുൽ അനാം മൗലൂദിന്റെ പരിഭാഷ നിങ്ങൾക്ക് കിട്ടും, അതുപോലെ തന്നെ ബുർദ ബൈത്തിന്റെ പരിഭാഷ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, ഇതിന്റെ അപകടം നിങ്ങൾ വായിച്ച് പഠിക്കണം അല്ലെ? ഈ മൗലൂദ് നടക്കുന്ന, പ്രത്യേകിച്ച് വയൽ നടക്കുന്ന സദസ്സിലൊക്കെ ആളുകൾ എത്തുന്നത് വരെ, അതല്ലെങ്കിൽ ഉസ്താദുമാരെത്തുന്നത് വരെ ബുർദ സദസ്സായിരിക്കും, അതല്ലെങ്കിൽ ബുർദ ആലാപന സദസ്സ് വേറെ തന്നെ ഉണ്ടാകും, ബുർദ മജ്‌ലിസുകൾ വേറെ തന്നെ ഉണ്ടാകും. അതിലും ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നാം അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ബുർദയിൽ അടങ്ങിയ ഏറ്റവും അപകടകമായ ഒരുപാടുണ്ട്. അതിലൊരു വരി എന്താണെന്നറിയോ? അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിഥിൽ അമമി. എന്താണെന്നറിയോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് പറഞ്ഞത്? സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ നബിയെ, വ്യാപകവും ഭീകരവുമായ ആപത്തിറങ്ങുന്ന ഘട്ടത്തിൽ എനിക്ക് അഭയം പ്രാപിക്കാൻ തങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നാണ്. മാലി അലൂദുബി, എനിക്ക് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളല്ലാതെ ആരാണുള്ളതെന്നാണ്. എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു ചോദിച്ചൊരു ചോദ്യമല്ലേ വിശുദ്ധ ഖുർആനിൽ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി എന്താ പറയാ? എനിക്ക് അള്ളാഹ് മാത്രം പോരാന്നല്ലേ ഇതിനർത്ഥം? അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാണ്, നബിയെ, ഈ പ്രയാസകരമായ ഘട്ടത്തിൽ എനിക്ക് അഭയം പ്രാപിക്കാൻ താങ്കളല്ലാതെ മറ്റാരാണുള്ളത് എന്ന് ഒരു വിശ്വാസി എങ്ങനെയാ സഹോദരങ്ങളെ ചോദിക്കുക? അതല്ലേ ഈ പറയുന്നത്? ഭാഷ അറിയാത്തത് കൊണ്ട്, അറബി അറിയാത്തത് കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിന് ഉസ്താദുമാര് വഞ്ചിക്കുകയല്ലേ, പറ്റിക്കുകയല്ലേ, അവരുടെ ആഖിറത്ത് നഷ്ടപ്പെടുത്തുകയല്ലേ? അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, മങ്കൂസ് മൗലൂദിലുള്ള ഏറ്റവും എത്ര അപകടകരമായ വരികളുണ്ടെന്ന് അറിയോ? അതിൽപ്പെട്ട ഒരു വരിയാണ്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദത് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബതു അലൽ ഖതാ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിരിക്കുന്നു നബിയെന്ന്. ഗൈറ ഹസിരിൻ വഅദത്, ഞാൻ ചെയ്ത പാപത്തിനൊരു തെറ്റു, ആ പാപങ്ങൾക്ക് ഒരു എണ്ണവും വണ്ണവും ഇല്ല, അത്രമാത്രം കുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട്
ലക അഷ്കൂ ഫീഹിയ, അങ്ങയോട് ഞാൻ ശിക്കായത്ത് പറയുന്നതാണ്. നബിയെ, അങ്ങയോട് ഞാൻ അതിനെക്കുറിച്ച് ആപരാധി പറയുന്നു. ആ പാപങ്ങളൊന്ന് പുറത്തു കിട്ടാൻ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചെയ്യുക. വിശുദ്ധ ഖുർആന്റെ പരിഭാഷകൾ ആരുടെ പരിഭാഷ എടുത്തോ, ഇന്ന് കേരളക്കരയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏത് പരിഭാഷ എടുത്തോ, ഈ പറയുന്നത് പോലെ മങ്കൂസ് മൗലിന്റെ പരിഭാഷ എടുത്തോ, എന്നിട്ട് ഇർതകബത്തു നിങ്ങൾ ഓതുക. ഇർതകബത്തു അലൽ ഖത ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹിയ സയ്യിദി ഖൈറൻ നബി. അതിന് മലയാളത്തിലുള്ള പദ്യം ഇറങ്ങിയിട്ടുണ്ട്. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഒരു തെറ്റൂല മലയാളത്തിൽ, അങ്ങനെ തന്നെയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ നിങ്ങൾ എടുത്തു നോക്കുക. എന്നിട്ട് അതിലൊരു ആയത്തെന്ന് അറിയോ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹ് പറയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്തെങ്കിലും വ്യഭിചാരമോ അതുപോലുള്ള കാര്യങ്ങളോ ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, അവരോട് തന്നെ വല്ല അക്രമവും ചെയ്താൽ അവരെന്ത് ചെയ്യും? മങ്കൂസ് മോൽ ഓതുന്നല്ല, ഇർതകബത്തു പാടുന്നല്ല പറഞ്ഞത്, മറിച്ചെന്നറിയോ, ദക്കറുല്ലാഹ്. ഒരു വിശ്വാസിയാണെങ്കിൽ അപ്പോൾ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വെച്ചു, ഞാൻ ചെയ്തു പോയല്ലോ, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ. ദക്കറുല്ലാഹ്, അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും. എന്നിട്ടോ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവർ ചെയ്ത പാപത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാർ ചെയ്യും വിശ്വാസികൾ എന്നാണ് ഖുർആൻ. പക്ഷെ മങ്കൂസ് പോലെ എന്താണെന്നറിയോ, എത്ര നിങ്ങൾ തെറ്റ് ചെയ്താലും നബിയോട് ആപരാധി പറയണമെന്നാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം എന്നറിയോ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത് എന്നാണ്. നമ്മൾ എന്താ പറയേണ്ടത്? അല്ല അള്ളാഹുവേ, നിങ്ങളും അള്ളാഹ് മാത്രമല്ല, എനിക്ക് പാപങ്ങൾ പുറത്തു തരാൻ നിന്റെ നബിയുണ്ടെന്ന് പറയാൻ പറ്റുമോ ഒരു വിശ്വാസിക്ക്? ഇതല്ലേ മങ്കൂസ് മൗലൂദിൽ പാടിയത്, ഇതല്ലേ ഷറഫുൽ അനാമിൽ പാടിയത്, ഇതല്ലേ ബുർദയിൽ നമ്മൾ ആലപിച്ചത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ചതികൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു ആയത്തുണ്ട്. ഖുൽ, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, തെറ്റുകളിൽ ആപതിച്ചു പോയ എൻ്റെ അടിമകളെ വിളിച്ച് നബിയെ പറഞ്ഞു കൊടുത്തേക്ക്. എന്താ പറയുന്നറിയോ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരാളും നിരാശപ്പെടും. സഹോദരങ്ങളെ, എന്തു തന്നെ തെറ്റ് ചെയ്താലും, ശിർക്ക് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം ശിർക്ക് പുറത്തു തരൂലേ? മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പറ്റിപ്പോയെന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു പൊറുക്കാത്തതായി ഒരു പാപമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹു പറയുന്നത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം എന്നറിയോ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. വസ്തഗ്ഫിറൂ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. എന്നെ വിളിച്ച് തേടണം എന്നല്ല പറഞ്ഞത്, എനിക്ക് മുൻകഴിഞ്ഞു പോയ നബിമാരെ വിളിച്ച് തേടണം എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. വസ്തഗ്ഫിറൂ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണം. കാരണം എന്നറിയോ, ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഫഇന്നി അതൂബു, നിശ്ചയം ഞാൻ തൗബ ചെയ്യുന്നുണ്ട്, ഫിൽ യൗമി, ഒരു ദിവസം, 100 മറ, 100 തവണ. ചില റിവായത്തുകളിൽ 70 മറ ഔ 70 മറ, 70 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാറുണ്ട്. എന്നിട്ട് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ നബിമാരിലേക്കും മഹത്തുക്കളിലേക്കും പാപമോചനം തേടാൻ, അവരോട് ഇസ്തിഗ്ഫാർ തേടാൻ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ അറിയുന്നത് പോലെ പരലോകം എന്നുള്ളൊരു ലോകം അത് ഭയാനകമാണ്. എന്ന് മാത്രമല്ല, ആ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്, ശുപാർശ പരലോകത്ത് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചെടുത്തെവിടെയും നിങ്ങൾ എൻ്റെ ശഫാഅത്തിന് എന്നോട് ചോദിക്കണം,
എന്നെവിടെയും സഹോദരങ്ങളെ ഖുർആനിലോ സുന്നത്തിലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ മങ്കൂസ് മൗലിദിൽ പറയുന്നറിയോ, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഹ്ലനാ ഇൻ ദാഅയ സയ്യിദി ഖൈറൻ നബി അശ്ശഫാഅത ഹബ്ലനാ. അല്ലെ, ഈ ഹബ്ലന എന്നുള്ള ഒരു വാചകം നമ്മൾ കേട്ടിട്ടുണ്ട്. പെട്ടെന്നറിയോ, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുൻ, അല്ലെ, അവിടെ ഔദാര്യമായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചൊരു വാചകത്തെ ഈ മങ്കൂസ് മൗലിദിൽ കടത്തിക്കൂട്ടി അത് നബിയോട് ശഫാഅത്ത് തേടാൻ ഈ ആളുകൾ പറയണം, അശ്ശഫാഅത ഹബ്ലന, നബിയെ ശഫാഅത്ത് ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണം, ഫിൽ ഖിയാമത്തി മുഷ്ഫിഖൻ, പ്രയാസങ്ങൾ ഏറെ നിറഞ്ഞ പരലോകത്ത് എന്ന് മാത്രമല്ല വഹ്ലനാ ഇൻ ദാഅയ, ആ ശഫാഅത്ത് എങ്ങാനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ പ്രയാസത്തിലായിരിക്കും നബിയെ, അതുകൊണ്ട് ഔദാര്യമായ അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. എന്ന് മാത്രമല്ല അൻത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സഫ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അൻത മുൻജീനാ ഗദൻ, നാളെ പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ അങ്ങയാണ് നബിയെ. മിൻ ശഫാഅതിക സഫ, അങ്ങയുടെ ആത്മാർത്ഥമായ ശഫാഅത്ത് കാരണം അങ്ങാണ് നാളെ പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് മല്ലനാ മിസ്ലൂക, ഞങ്ങൾക്ക് അങ്ങയല്ലാതെ മറ്റാരാണുള്ളത് നബിയെ. മരിച്ചുപോയ നബിയെ വിളിച്ച് ഈ മുഅ്മിനീങ്ങളെ കൊണ്ട് മുസ്ലിങ്ങളെ കൊണ്ട് ഉസ്താദുമാർ പള്ളിയിൽ പാടിപ്പിക്കുകയാണ്, വീടുകളിൽ പാടിപ്പിക്കുകയാണ്, യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ ഞങ്ങളുടെ നേതാവായ നബിയെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാടില്ല വിശ്വാസികളെ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ, ഇതും അടിസ്ഥാനമാണ്. നമ്മൾ അറിയണം, നബിയെ പറയുക ലില്ലാഹി ശഫാഅതു ജമീഅ, മുഴുവൻ ശുപാർശയും അത് അല്ലാഹുവിന്റെ കൈകളിലാണ്. അല്ലാഹു അനുമതി കൊടുത്ത ആളുകൾക്കല്ലാതെ പരലോകത്ത് ഒരാൾക്കൊരു മുണ്ടാനുള്ള അവകാശമില്ല എന്ന് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതി കൂടാതെ അല്ലാഹുവിന്റെ അടുത്ത് ആരാണ് ശുപാർശ പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആയത്തുകൾ ഹദീസുകൾ സഹോദരങ്ങളെ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആവർത്തിച്ച് പറയട്ടെ, ഈ അലങ്കാരങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഈ വിഷലിപ്തങ്ങളായ വരികൾ നമ്മളെ യാത് പോകരുത്. ഈ ഉമ്മത്തിനെ സഹോദരങ്ങൾ, ഇത് കേവലം ഒരു ബിദ്അത്തിൽ മാത്രം മുതൽ നിൽക്കുന്ന കാര്യമല്ല, അല്ലെ. ചില ആളുകൾ പറയുന്നത് ഒരു ബിദ്അത്തല്ലേ, മുസ്ലിങ്ങൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു കാര്യമല്ലേ, എന്തിനാ നമ്മളിതിന് വിട്ടു നിൽക്കുന്നത്, എന്തിനാ നമ്മളിതിനെ വിമർശിക്കുന്നത്? നമ്മളതിൽ വിട്ടുനിന്നാ പോരെ, അതല്ലെങ്കിൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സഹകരിച്ചാൽ പോരെ. കുട്ടികളുടെ പാട്ടല്ലേ, അത് റാലിയല്ലേ, മധുര വിതരണമല്ലേ, സാധുക്കൾക്കുള്ള അന്നദാനമല്ലേ എന്ന് പറഞ്ഞ് അതിനെ ലാഘവത്തോടു കൂടി കാണുന്ന ആളുകളോടാണ് പറയാനുള്ളത്, സഹോദരങ്ങളെ, ഇത് ലാഘവത്തോടു കൂടി കാണേണ്ട കാര്യമല്ല. ആവർത്തിച്ചു പറയട്ടെ, ഈ വർണ്ണങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഈ വിഷലിപ്ത വരികൾ ഈ ഉമ്മത്തിനെ തീരാ നഷ്ടത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ റബ്ബ് അല്ലാഹുവാണ്, അല്ലേ, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്, നമ്മുടെ ഖാലിഖ് അല്ലാഹുവാണ്, നമ്മുടെ റാസിഖ് അല്ലാഹുവാണ്, ഈ ലോകത്തിന്റെ മുദബ്ബിർ അല്ലാഹുവാണ്. അല്ലാഹുവിനെ വിട്ട് നബിയല്ല ആരോട് ചോദിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഈസ ഇബ്നു മറിയമിനെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങളെ അമിതമായി പുകഴ്ത്തരുത്, കാരണം ഞാൻ അല്ലാഹുവിന്റെ ഒരടിമയും ദൂതനുമാണ്. അതുകൊണ്ട് ഖൂലു അബ്ദുല്ലാഹി വറസൂലി, നിങ്ങൾ എന്നെ അള്ളാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാണ് എന്ന് നിങ്ങൾ എന്നെ വിളിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആദരവ് അത് അതിരുവിടുകയും ഒരാരാധനയിലെത്തിയത് ഈ പലപ്പോഴും ഉമ്മത്തിലെ ഭൂരിപക്ഷം ആളുകളും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന വരികളിലെ അപകടങ്ങൾ മനസ്സിലാക്കുക, അത് പഠിക്കുക, നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഗുണകാംക്ഷകളോട് പറഞ്ഞു കൊടുക്കുക. ഒന്നുമില്ല സഹോദരങ്ങളെ, അവർ തീരാ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഈ വരികൾ വിശ്വസിച്ച് ഈ വരികൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഉമ്മത്ത് മരിച്ചു പോകുന്നത് എങ്കിൽ ഇല്ല സഹോദരങ്ങളെ, പരലോകത്ത് രക്ഷപ്പെടുക അത് അസാധ്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗണ്യതമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി
വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബി, എന്നിൽ പങ്കു ചേർക്കുന്ന ഒരു കാര്യം അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. മറ്റു കാര്യങ്ങൾ അള്ളാഹുവിന്റെ മഷിയത്തിലാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തിലാണ്. ശിർക്കല്ലാത്ത പാപങ്ങൾ ഒരുവൾ അള്ളാഹു പൊറുത്തു തന്നേക്കാം. ഇനി അതല്ല സഹോദരങ്ങളെ, അതിനുള്ള ശിക്ഷ കഴിഞ്ഞെങ്കിലും സ്വർഗത്തിലേക്കുള്ള മടക്കമുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശിർക്കൽ വിശ്വാസത്തിൽ നിന്നും ആ വിശ്വാസം പ്രചരിപ്പിക്കുന്ന, അത് കൊണ്ടു നടക്കുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഈ ഫിത്നകളിൽ നിന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകണമേ. അള്ളാഹുവേ, ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക് അള്ളാഹുവേ ഖുർആനും സുന്നത്തും യഥാവിധം മനസ്സിലാക്കുവാനും തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കുവാനും ഈ ഉമ്മത്തിന് യഥാവിധം തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുവാനും ഈ ഉമ്മത്തിനെ ശിർക്കിൽ നിന്നും ആ ശിർക്കിന്റെ ആളുകളിൽ നിന്നും ശിർക്കുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിൽ നിന്നും താക്കീത് നൽകുവാനും അവർക്ക് നീ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.